Why didn't you go? मैडम, he purchase. मैंने पहले ही कह दिया ना, तुम रात को आओ. अभी मेरे पास कुछ भी नहीं है. That is correct, मैडम. ചരക്ക് സാറിന് തന്നെ കിട്ടുമെന്നുള്ള ഒരു ഉറപ്പിന് വേണ്ടി. क्या उरपो? मुझे बिल्कुल नहीं समझता तुम्हारा लैंग्वेज. I'll take the money when I give you the material in the night. രാത്രി സാധനം കിട്ടും. അപ്പൊ കാശ് കൊടുത്താൽ മതിനാ. Oh. My card. Okay, madam. See you in the night. താനല്ലേ പറഞ്ഞോളൂ മലയാളിയാണെന്ന്, എന്നിട്ട് മലയാളം പറയുന്നില്ലല്ലോ. ഒക്കെ അഭിനയില്ല സാറേ. മീര നായർന്ന അവളുടെ പേര്. കൂടെയുള്ളതാരാ? അപ്പനെ? ആരായാലും എന്താന്ന് നമുക്ക് നമ്മുടെ കാര്യം നടന്ന പോരെ. കേശൻ ചേട്ടാ, പാർസൽ ഓഫീസിൽ പോയി ഇത് ഡെലിവറി എടുത്തോണ്ട് വരൂ. എത്തിക്കാണോ? ബോംബെ അയച്ചിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ. സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. അത് വിളിച്ചു ചോദിച്ചതിന് ശേഷമല്ലേ നമ്മളോട് പുറപ്പെടാൻ പറഞ്ഞത്. ഓ, ആ പാർസൽ സൂക്ഷിക്കണം. അതിനുള്ളിൽ എന്താണെന്ന് അറിയാലോ. അറിയാം. ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. പക്ഷെ ഇവിടെ ആദ്യമാണ്, അത് ഓർമ്മ വേണം. ഓ, Hello, ഓപ്പറേറ്റർ, കോൾ ടു ബോംബെ. I'll call you back. ഓക്കെ. യെസ്. ബോംബെയിൽ നിന്ന് വന്ന മിസ് മീര നായർ അല്ലേ? What? മീര നായർ. क्या बोला? मीरा नायर? वो कौन? മലയാളത്തിൽ പറവങ്ങളെ, മീരയല്ലേ? मलयालम? क्या मलयालम? आपको कुछ गलती हो गया है. मैं कोई मीरा नहीं हूँ. പിന്നെ നീ ആരാ? I can't follow your language. If you want to know something, go ask at the reception. Don't disturb me. I'm sorry. I mistook you for Miss Meera Nair. I'm sorry. അയ്യോ പാമ്പ്! അയ്യോ എവിടെ? മലയാളം? क्या മലയാളം? आपको മലയാളം नहीं मालूम? ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് അകത്ത് സംസാരിക്കാം. ആരാണ് നിങ്ങൾ? എന്ത് വേണം? ഇനി ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം, നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. ഇരിക്കൂ. ഇരിക്കുന്നേ. നീ ബോംബെയിലെ മയക്കുമരുന്ന് കച്ചവടക്കാരനായ ഷെട്ടിയുടെ ആളാണെന്നും നിന്റെ പേര് മീര എന്നാണെന്നും നീ എന്തിനാണ് ഇവിടെ വന്നതെന്നും നിന്നെ കാണാൻ ആരൊക്കെ ഇവിടെ വന്നിരുന്നുവെന്നും എനിക്കറിയാം. നാട്യങ്ങളും ജാടകളും ഒന്നും ഇനി വേണ്ട. നിന്നെ ഉപദ്രവിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒരേ തൊഴിൽക്കാരാ. നീ ചരക്ക് വിൽക്കാൻ വന്നവൾ, ഞാൻ വാങ്ങാൻ വന്നവൻ. ഇന്നയാൾക്കേ കൊടുക്കുമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. വില കൂടുതൽ ആര് തരുന്നോ അവർക്ക് കൊടുക്കാൻ നിനക്ക് അധികാരമുണ്ട്, ഇല്ലേ? ഞാൻ പറഞ്ഞത് നുണയല്ല. ഇനി പറ, ഞാൻ എവിടെ എപ്പോൾ വരണം സാധനം വാങ്ങിക്കാൻ? ഞാൻ നിങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ പേര് ഗൗതമൻ. ഈ തൊഴിലിൽ തുടക്കക്കാരനാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പരിചയപ്പെടാതെ പോയത്. ഇപ്പം നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇത് തുടരും. അപ്പം മീരയ്ക്ക് എന്നെ ബോധ്യമാവും. ഞാൻ എപ്പോൾ വരണമെന്ന് പറഞ്ഞില്ല. രാത്രി വന്നാ മതി. എത്ര മണിക്ക്? ഒരു 10 മണിക്ക്. ഇതേ ഹോട്ടലിൽ, ഇതേ മുറിയിൽ. ആ, അപ്പം ഇത് വിട്ടിരിക്കട്ടെ. വേണ്ട, അത് കൊണ്ടുപോയിക്കോളൂ. എനിക്ക് മീരയെ വിശ്വാസമാണ്. അതുകൊണ്ടല്ല, രാത്രി കൊണ്ടുവന്നാ മതി. ഓക്കെ, അപ്പം ഞാൻ വരും രാത്രി 10 മണിക്ക് കൃത്യം. ഓക്കെ? ഹലോ, ശേഖർ ഹിയർ. നന്ദനം സാർ, ശങ്കറാണ്. സാറിൻ്റെ ഒരു പഴയ സുഹൃത്ത്. ശത്രുവായിട്ടല്ല, മിത്രമായിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ കാരണം സാറിന് ചില്ലറ മാനക്കേടൊക്കെ ഉണ്ടായി. എനിക്കതിൽ വേദനയുണ്ട്. അതിനൊരു പ്രത്യുപകാരം ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇപ്പം ഞാൻ വിളിച്ചത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ട ചിലരെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ സാറിനെ സഹായിക്കാം. മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട് സ്വയം നശിക്കുന്ന ഇവിടുത്തെ ചെറുപ്പക്കാരെ രക്ഷിക്കാം. ഒപ്പം സാറിനൊരു സൽപ്പേരും ചെറിയൊരു പ്രൊമോഷനും. എന്തു പറയുന്നു? റാസ്കൽ, എനിക്ക് പ്രൊമോഷനും സൽപ്പേരും നീ വാങ്ങി തരാൻ പോകുന്നു. ഇക്കാലത്തൊരു നല്ല കാര്യം ചെയ്യാമെന്ന് വെച്ചിട്ട് കാര്യമില്ല. എന്താ സാർ? അല്ല, ഇക്കാലത്തൊരു നല്ല കാര്യം ചെയ്യാമെന്ന് വെച്ചിട്ട് കാര്യമില്ലെന്ന് പറയാം. ശരിയാ. വല്ല പോലീസോ കസ്റ്റംസോ ആയിരിക്കൂ. പോലീസോ കസ്റ്റംസോ ആണെങ്കിൽ ഇങ്ങനൊരു നാടൻ കളിക്കേണ്ട ആവശ്യം എന്താ? ചേട്ടൻ വരുന്നവരെ കാത്തിരുന്ന് തൊണ്ടിയോടെ അറസ്റ്റ് ചെയ്താ പോരെ. കൂടാതെ അയാൾ പൈസ ആയിട്ടാ വന്നത്.
कौन? എനിക്കാകെ പേടിയാകുന്നു കുഞ്ഞ്. അയാൾ പോലീസോ കസ്റ്റംസോ ബയ്യറോ ആരെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും അയാൾ പ്രഗത്ഭനാണ്. നമ്മളെക്കുറിച്ച് അയാൾ എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. ആ നിലയ്ക്ക് അയാൾ ആരായിരുന്നാലും അയാളെ കൊണ്ട് നമുക്ക് ഉപദ്രവം ഉണ്ടാവും. അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് പോകാം. അപ്പോ ഇതൊക്കെ അതിന് രാത്രി വരെ കാക്കണ്ട. ഇപ്പോൾ തന്നെ പക്ഷേ രവി ഏൽപ്പിച്ച് കാശും വാങ്ങി സ്ഥലം വിടാം. ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഹോട്ടലിൽ വന്നയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? എങ്ങനെയോ നിങ്ങൾ ആരാന്നറിഞ്ഞ് സാധനം വാങ്ങാൻ വന്ന ആളായിരിക്കും. എന്നാലും ആരടാ അവൻ? ഞാൻ തന്നെ. രാത്രി 10 മണിക്ക് നിന്നെ തേടി ഹോട്ടലിൽ വന്നാൽ നിന്റെ പൊടി പോലും കാണില്ലെന്ന് എനിക്കറിഞ്ഞൂടെ? സാധനവുമായി ഇയാൾ വരുമ്പോ ഹോട്ടലിൽ വെച്ച് നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നു. പക്ഷേ വാങ്ങുന്നവനെ എനിക്ക് കിട്ടില്ലല്ലോ. ഏ ബഹൻ, ये काम में तुम्हारा एक्सपीरियंस बहुत बहुत कम है, समझा? എടുക്കടാ. അനങ്ങി പോരുത്. ഈ കെട്ടിടം മുഴുവൻ ഞങ്ങളുടെ ആളുകൾ വളഞ്ഞിരിക്കുകയാണ്. കമാൺ. ധാരാ കൊണ്ടുവന്നേ. മുഖം എനിക്ക് ഓർമ്മയില്ല. സാറിന് തരാൻ കുറച്ച് മധുരപലഹാരങ്ങളാണെന്ന് പറഞ്ഞു. അതിനിപ്പോ എന്ത് മുഖം അഡ്രസ് നോക്കാൻ? ഹലോ, ഞാൻ തന്നെയാണ് സാർ. ഇപ്പൊ വിശ്വാസമായില്ലേ ഞാൻ പറഞ്ഞ നുണയല്ലാന്ന്? സാറിന്റെ ജോലി ഞാൻ സ്വയം ഏറ്റെടുത്തു. അവരിൽ നിന്ന് പിടിച്ചെടുത്ത സാധനങ്ങൾ സാറിന്, വേറൊന്നുകൂടെ കിട്ടി, പണം. അത് ഞാൻ എടുത്തു. ഞാനൊരു പ്രാരാബ്ധക്കാരനല്ലേ സാറേ. ആ പിന്നെ ഒരു കാര്യം, ആ സാധനം എത്രയും വേഗം നശിപ്പിച്ചേക്കണം. ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള മുതലാത്. സാറിന് വേണ്ടാത്ത വല്ല ടെംപ്ടേഷനും തോന്നിയാലോ? ദേഷ്യം തോന്നരുത്, നമ്മളൊക്കെ മനുഷ്യരല്ലേ സാറേ. എപ്പോഴാ മനസ്സ് മാറുക എന്ന് പറയാൻ ഒക്കില്ലല്ലോ. എനിവേ, വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഹലോ, ടെലിഫോൺ എക്സ്ചേഞ്ച് അല്ലേ? കണക്ട് മീ ടു യുവർ ജെ പ്ലീസ്. ഗുഡ് മോർണിംഗ്, ഐ എം ശേഖർ, CI ശേഖർ. ഒരു ഉപകാരം ചെയ്യണം. സ്റ്റേഷനിലേക്കും എൻ്റെ വീട്ടിലേക്കും വരുന്ന ടെലിഫോൺ കോൾസിൻ്റെ നമ്പറുകൾ ഒന്ന് ട്രേസ് ചെയ്യണം. കുറച്ച് ദിവസത്തേക്ക് മതി. ഏത് ഏരിയയിൽ നിന്നാണെന്നൊന്ന് മനസ്സിലാക്കിയാലും മതി. പ്ലീസ്, റിക്വസ്റ്റ് എഴുതി കൊടുത്തോളാം. താങ്ക് യു.